വെൽക്കം ബാക്ക് ടു ഓൾ. കമ്പ്യൂട്ടേഷൻ ഓഫ് എർത്ത് വർക്കിലെ വോളിയം കമ്പ്യൂട്ടേഷനാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഈ ഭാഗം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വോളിയം കമ്പ്യൂട്ടേഷൻസ് എന്ന് കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്യാം. അപ്പം അതിന് മുന്നേ വോളിയം കമ്പ്യൂട്ടേഷൻ പറയുന്നതിന് മുന്നേ എർത്ത് വർക്കിനെ കുറിച്ച് നമുക്ക് പറയാം. എന്താണ് എർത്ത് വർക്ക് എന്ന് പറയുന്നത്? അപ്പം നമുക്ക് സാധാരണ ഇപ്പോൾ ഒരു റോഡിൻ്റെയൊക്കെ കേസാണെങ്കിൽ ബാങ്കിങ്ങും കട്ടിങ് ആണെങ്കിലും, ബാങ്കിങ് ആയാലും കട്ടിങ് ആയാലും അതൊരു ട്രപ്പിസോയിഡൽ ഷേപ്പിലാണ് നമ്മൾ ആ ഒരു സെക്ഷൻ ഉണ്ടാവുക. ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മളിപ്പം ഒരു റോഡിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒന്നെങ്കിൽ റോഡ് ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് മണ്ണ് നമ്മൾ കെട്ടി ഉയർത്തുന്നതിനെയാണ് എംബാങ്ക്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിഗറിൽ കാണുന്നതാണ് എംബാങ്ക്മെൻറ്റ്. മണ്ണ് കെട്ടി ഉയർത്തി പൊക്കിയുള്ള ഈ ഭാഗമാണ് എംബാങ്ക്മെൻറ്റ്. ഇനി ചില സമയം നമ്മൾ മണ്ണ് എടുക്കുകയാണ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടാണ് അതിനെ കട്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ നടത്തുന്നത് രണ്ട് തരത്തിലാണ്. ഒന്നെങ്കിൽ ബാങ്കിങ് ആയിരിക്കാം, കട്ടിങ് ആയിട്ടായിരിക്കാം ചെയ്യുന്നത്. എന്നിരുന്നാൽ കൂടിയും അതിൻ്റെ ആകൃതി എന്ന് പറയുന്നത് ഇതുപോലൊരു ട്രപ്പിസോയിഡൽ ഷേപ്പാണ് ഉണ്ടാവുക. അതിൻ്റെ ആകൃതി അതോർത്ത് വയ്ക്കാം. അപ്പം എത്ര വോളിയം എക്സ്കവേറ്റ് ചെയ്തു, ഇവിടുന്ന് എത്ര മണ്ണെടുത്ത് ഒഴിവാക്കി, അല്ലെങ്കിൽ ഇവിടെ എത്ര മണ്ണിട്ടു എന്ന് കണക്കാക്കുന്നതിനുള്ള ഇക്വേഷനാണ് എത്ര വോളിയം, ക്വാണ്ടിറ്റി ഓഫ് വോളിയം. അത് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? സെക്ഷൻ ഏരിയ ഗുണനം ലെങ്ത് ചെയ്താൽ മതി. സെക്ഷണൽ ഏരിയ ഗുണനം ലെങ്ത്. ഓക്കെ, അപ്പോൾ സെക്ഷണൽ ഏരിയ എങ്ങനെ കാണാൻ പറ്റും? ഏരിയ എന്ന് പറയുന്നത് ഇപ്പം ഇവിടുത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് ബി ഡി, റെക്റ്റാങ്കുലർ പോർഷൻ്റെ ഏരിയ അല്ലേ? ബി ഡി, ബി ഇൻറ്റു ഡി ആണ് ഈ ചതുരാകൃതിയിലുള്ള ഭാഗത്തിൻ്റെ. ഇനി രണ്ട് ത്രികോണാകൃതിയിലുള്ളത് രണ്ട് വണ്ണം. അപ്പോൾ 2 ഇൻറ്റു ഹാഫ് ഇൻറ്റു എസ് ഡി സ്ക്വയർ. ഹാഫ് ബി എച്ച് അല്ലേ നമ്മൾ ത്രികോണത്തിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പം ബി ഡി പ്ലസ് എസ് ഡി സ്ക്വയർ എന്ന് നമുക്ക് ഇതിൻ്റെ വോളിയം കിട്ടും. അത് ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോറി, വോളിയല്ല, ഏരിയ കിട്ടും. ബി ഡി പ്ലസ് എസ് ഡി സ്ക്വയർ എന്ന ഏരിയ കിട്ടും. അതിനെ നീളം കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര ക്വാണ്ടിറ്റി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ബി എന്താണ്? ബി എന്ന് പറയുന്നത് അതിൻ്റെ വിഡ്ത്താണ് അല്ലേ? അപ്പോൾ എസ് എന്താണ്? ഇതിൽ കാണുന്ന എക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈഡ് സ്ലോപ്പാണ്. അതായത് സൈഡ് സ്ലോപ്പാണ് S:1 എന്ന് പറയുന്നത്. ഓക്കെ, ലെങ്ത് എന്ന് പറയുന്നത് എന്താ? ആ പോർഷൻ്റെ നീളം അല്ലേ? അതാണ് അതിനെ കാണിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പം നമ്മൾ ഇപ്പം ഒരു ചെരിഞ്ഞ സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ എർത്ത് വർക്ക് എക്സ്കവേഷൻ നടത്തുകയാണെങ്കിൽ നമ്മളെങ്ങനെ ഈ ഒരു വോളിയം കണ്ടുപിടിക്കും? കാരണം പല സ്ഥലത്തും ഇവിടെ ഉണ്ടാവുന്ന ആഴമല്ലല്ലോ ഇവിടെയൊക്കെ ഉണ്ടാവുക. ആഴം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നേരത്തെ ആഴമൊക്കെ സെയിം ആയിരുന്നു, ഇവിടെ ആഴം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ അങ്ങനത്തെ ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ മീൻ ഹൈറ്റ് കണ്ടെടുക്കും. മീൻ ഹൈറ്റ് കണ്ടെടുത്തിട്ടാണ് ചെയ്യുന്നത്. അതായത് നടുവിലുള്ളൊരു ഹൈറ്റ്, മീൻ ഹൈറ്റ്, ഇതിൻ്റെ ആവറേജ് എടുക്കുക. D1 + D2/2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് D കിട്ടും. ഓക്കെ, അതാണ് ഇത്തരത്തിലുള്ള ഏരിയയിൽ നമ്മൾ ചെയ്യുന്നത്. D തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇനി ലീഡും ലിഫ്റ്റും ആണ് നമുക്ക് പറയാനുള്ളത്. അപ്പം ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം എർത്ത് വർക്ക് എക്സ്കവേഷൻ നടത്തി, അപ്പോൾ ഈ മണ്ണ് നമ്മളൊരു സ്ഥലത്ത് കൊണ്ടുപോയിടുമല്ലോ. അപ്പം ഞാൻ ഇതിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോയിട്ടു, ഈ മണ്ണ് ഇവിടെ അടുത്ത് കൊണ്ടുപോയിട്ടു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സെൻട്രൽ പോർഷൻ മുതൽ, അതായത് ഇതിൻ്റെ കേന്ദ്രബിന്ദു മുതൽ ഇതിൻ്റെ കേന്ദ്രബിന്ദു വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്, തിരശ്ചീനമായ അകലമാണ് ലീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ്? അപ്പം ലീഡ് സാധാരണ 30 മീറ്ററാണ് കേട്ടോ ഉണ്ടാവാറ്. ലീഡ് സാധാരണ 30 മീറ്ററാണ് ഉണ്ടാവാറുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ലിഫ്റ്റ് എന്നറിയണം. ലിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുതൽ, അതായത് ഇതിൻ്റെ സെൻറ്റർ മുതൽ, ഈ ഒരു സെക്ഷൻ്റെ സെൻറ്റർ മുതൽ ഇതിൻ്റെ സെൻറ്റർ വരെയുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ലിഫ്റ്റ് എന്ന് പറയുക. അത് സാധാരണ 1.5 മീറ്ററാണ് ലിഫ്റ്റ് നമ്മൾ കൊടുക്കാറുള്ളത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഈ പോർഷൻസിൽ അധികം വരുന്നില്ല, പക്ഷേ എർത്ത് വർക്ക് എക്സ്കവേഷനിൽ ഈ ലീഡും ലിഫ്റ്റും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് അവിടെ ഒന്ന് സൂചിപ്പിച്ചത്, അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമുക്ക് വോളിയം കണ്ടുപിടിക്കാൻ
3 മെത്തേഡുകളുണ്ട്. ആദ്യത്തെ മെത്തേഡാണ് മിഡ് സെക്ഷൻ ഏരിയ മെത്തേഡ്. ഓക്കെ, അപ്പം ഇതിലെന്താണ് പറയുന്നത്, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടെ ഏരിയ, മിഡ് സെക്ഷൻ ഏരിയ എന്ന് പറയുമ്പം ഏരിയ കാണും അല്ലേ, ആ ഏരിയ കണ്ടിട്ട് ലെങ്ത് കൊണ്ട് ഗുണിക്കും. അതാണ് ഇവിടെ വോളിയം കാണാനുള്ള ഇക്വേഷൻ, ബി ഡി പ്ലസ് എസ് ഡി സ്ക്വയർ. ഓക്കെ, അപ്പം ഇതിന് ടാബുലാർ കോൾ എങ്ങനെയായിരിക്കും, ആദ്യം സ്റ്റേഷൻ ഉണ്ടായിരിക്കും, അതിൻ്റെ ഡെപ്ത് ഉണ്ടായിരിക്കും, പിന്നെ മീൻ ഡെപ്ത്, കാരണം മീൻ ഡെപ്ത് നമുക്ക് വേണമല്ലോ, പിന്നെ ഏരിയ കാണാൻ എന്ത് ചെയ്യാം, വീതിനോട് ഡെപ്ത് ഗുണിച്ചാൽ മതി, അപ്പോൾ ബി ഡി കിട്ടും. ഇനി സൈഡ് സ്ലോപ്പിൻ്റെ ഏരിയ എസ് ഡി സ്ക്വയർ, സൈഡ് സ്ലോപ്പ് പറഞ്ഞാൽ ഇതിൻ്റെ ഏരിയ ആണ് കേട്ടോ, അത് എസ് ഡി സ്ക്വയർ. ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ ഏരിയ ബി ഡി പ്ലസ് എസ് ഡി സ്ക്വയർ എന്ന് കിട്ടും. അപ്പം സ്റ്റേഷനുകൾക്കിടയിലുള്ള നീളം L. ഓക്കെ, അപ്പോൾ ക്വാണ്ടിറ്റി കണക്കാക്കാൻ ബി ഡി പ്ലസ് എസ് ഡി സ്ക്വയർ ഇൻറ്റു ലെങ്ത് ചെയ്താൽ മതി. ഓക്കെ, അത് പോസിറ്റീവ് ആണെങ്കിൽ അത് എംപാക്മെൻ്റ് ആയിരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ വാല്യൂ കട്ടിങ് ആയിരിക്കും. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി രണ്ടാമത്തെ മെത്തേഡ് മീൻ സെക്ഷൻ ഏരിയ മെത്തേഡ്. ഓക്കെ, അപ്പം നേരത്തെ പോലെ തന്നെ ടാബുലാർ കോളം, പക്ഷേ ഇതിൻ്റെ ഒരു വ്യത്യാസം പറഞ്ഞാൽ ഇവിടെ മീൻ സെക്ഷൻ ഏരിയ എന്നുള്ള ഒരു ടാബുലാർ പോർഷനൂടെ ഇതിലുണ്ടായിരിക്കും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഏരിയയുടെ മീൻ കാണും ഇവിടെ. ഇനി ലാസ്റ്റ് പ്രിസമോയിഡൽ ഫോർമുല. അപ്പോൾ പ്രിസമോയിഡൽ ഫോർമുല പ്രകാരം വോളിയം കാണാനുള്ള ഇക്വേഷൻ L/6 ഇൻറ്റു A1 പ്ലസ് A2 പ്ലസ് 4 ഇൻറ്റു എ മീൻ എന്ന് പറഞ്ഞാൽ എന്താ, മീൻ ഏരിയ അല്ലേ. അപ്പം L എന്ന് പറയുന്നത് ലെങ്ത് ആണ് അല്ലേ, L എന്ന് പറയുന്നത് ഇപ്പം റോഡിൻ്റെ ഒക്കെ ലെങ്ത് ആണ്, റോഡാണെങ്കിൽ റോഡിൻ്റെ ലെങ്ത് ആണ് L/6 ഇൻറ്റു ഫസ്റ്റത്തെ ഏരിയ പ്ലസ് രണ്ടാമത്തെ ഏരിയ പ്ലസ് 4 ഇൻറ്റു സം ഓഫ് മിഡ് ഏരിയ. അതാണ് പ്രിസമോയിഡൽ ഫോർമുല. ഇത് വളരെ അക്യുറേറ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് പ്രിസമോയിഡൽ ഫോർമുല. പിന്നെ നേരത്തെ പഠിച്ച സിംപ്സൺസ് മെത്തേഡ്, അതൊക്കെ അക്യുറൻസി കൂടുതലുള്ള മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് എർത്ത് വർക്ക് ഫോർ 200 മീറ്റർ ലെങ്ത് for a portion of road in uniform ground, the height of banks at the two ends being 1 meter and 1.6 meter. The formation width 10 meter and the side slope 2:1. Assume that there is no transverse slope. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക കേട്ടോ, ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് നോക്കാം. എന്താ നമ്മളോട് പറഞ്ഞത്, എത്ര ക്വാണ്ടിറ്റി എർത്ത് വർക്ക് ചെയ്തു എന്ന് കണ്ടുപിടിക്കണം. എന്താണ്, നീളം തന്നിട്ടുണ്ട്, 200 മീറ്റർ നീളം തന്നിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഡെപ്ത് അതായത് ആഴം, രണ്ട് ഭാഗത്ത് ഒരു സ്ഥലത്ത് 1 മീറ്റർ ആഴം, മറ്റു സ്ഥലത്ത് 1.6 മീറ്റർ ആഴം. ഫോർമേഷൻ വിഡ്ത്ത് അഥവാ ബി 10 മീറ്റർ ആണ്, സ്ലൈഡ് സ്ലോപ്പ് 2:1 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര ക്വാണ്ടിറ്റി എർത്ത് വർക്ക് ചെയ്തു എന്ന് കണ്ടുപിടിക്കണം, അതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് എന്തറിയാം, ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രിസമോയിഡൽ ഫോർമുലയാണ് ചെയ്യാം. കാരണം ഇങ്ങനെയൊക്കെ ഇത്തരത്തിലുള്ള ഡാറ്റാസൊക്കെ തന്നു കഴിഞ്ഞാൽ, അതായത് നമുക്കിപ്പോൾ ഇവിടെ എന്തൊക്കെ ഉണ്ട്, ഏരിയ കണ്ടുപിടിച്ചൂടെ നമുക്ക്. അപ്പം ഇത്തരത്തിലുള്ള ഡാറ്റാസ് തന്നാൽ നമ്മൾ പ്രിസമോയിഡൽ ഫോർമുലയാണ് കാണാം. അപ്പോൾ ആദ്യം L/6 ഇൻറ്റു A1 പ്ലസ് A2 ഇൻറ്റു 4 ഇൻറ്റു എ മീഡിയം, ആ ഇക്വേഷൻസ് എഴുതാം. ഓക്കെ, അപ്പം ആദ്യത്തെ A1 കാണണം, ആദ്യത്തെ ഏരിയ കാണണം. ആദ്യത്തെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്, BD1 പ്ലസ് SD1 സ്ക്വയർ. ബി എത്രയാണ്, 10. ആദ്യത്തെ ആഴം 1 മീറ്റർ അല്ലേ, പ്ലസ് സൈഡ് സ്ലോപ്പ് എത്രയാണ്, 2:1. അപ്പോൾ ഈ 2 എന്ന് പറയുന്നത് എന്താണ്, എസ് ആണ് അല്ലേ. അപ്പം എന്തായിരിക്കും, 2 ഇൻറ്റു ഡി എന്താ, 1 സ്ക്വയർ. അത് ചെയ്യുമ്പോൾ 12 മീറ്റർ സ്ക്വയർ എന്ന് ഏരിയ കിട്ടും. ഇനി രണ്ടാമത്തെ A2 കാണാനുള്ള ഇക്വേഷൻ എന്താണ്, BD2 പ്ലസ് SD2 സ്ക്വയർ ആണ് ഇക്വേഷൻ. ബി എത്രയാണ്, 10. ഇവിടെ ഡെപ്ത് എത്രയാണ്, 1.6 അല്ലേ, 1.6 ആണ് ഡെപ്ത് വന്നിട്ടുള്ളത്, പ്ലസ് 2 ഇൻറ്റു 1.6ൻ്റെ സ്ക്വയർ. അപ്പം 21.12 മീറ്റർ സ്ക്വയർ രണ്ടാമത്തെ ഏരിയ കിട്ടി. ഇനി നമുക്ക് എ മീഡിയം, അതായത് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഭാഗത്തെ ഏരിയ കാണണം, അതാണ് എ മീഡിയം എന്നിട്ടത്. അപ്പം അതിനുള്ള ഇക്വേഷൻ എന്താണ്, ബി ഇൻറ്റു DM പ്ലസ് എസ് ഇൻറ്റു DM സ്ക്വയർ. അതായത് ഇവിടെ ഡിസ്റ്റൻസ് D മാത്രം, ആഴം മാത്രം മാറ്റുന്നുള്ളൂ. അതായത് ആഴം കാണാൻ എന്ത് ചെയ്യുക, D1 പ്ലസ് D2/2
അല്ലേ? 2 ആഴല്ലേ തന്നിട്ടുള്ളൂ, അതുകൊണ്ടാണ് D1+D2/2 എടുത്തത്. ഓക്കെ, അപ്പം ഇവിടെ 1 ആണ് ആദ്യത്തെ ഡെപ്ത്, രണ്ടാമത്തെ ഡെപ്ത് 1.6 ആണ് അല്ലേ? അതിന് മീൻ എടുത്തു കഴിഞ്ഞാൽ 1.3 അല്ലേ? ഓക്കെ, ബി എന്ന് പറഞ്ഞാൽ 10 ആണ്, ഡെപ്ത് 1.3 തന്നെ, +2 × 1.3 സ്ക്വയർ ചെയ്യുമ്പം 16.38 മീറ്റർ സ്ക്വയർ എന്ന് ഏരിയ കിട്ടും. അപ്പോൾ ക്വാണ്ടിറ്റി കാണാനുള്ള L എത്രയാണ്? 200/6 ഇൻറ്റു ആദ്യത്തെ ഏരിയ എത്രയാണ്? A1ൻ്റെ ഏരിയ, ആദ്യത്തെ A1ൻ്റെ ഏരിയ എത്രയാണ്? 12 പ്ലസ് രണ്ടാമത്തെ ഏരിയ എത്രയാണ്? 21.12 ആണ് രണ്ടാമത്തെ ഏരിയ, പ്ലസ് 4 ഇൻറ്റു A മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16.38. ഇത് ചെയ്യുമ്പോൾ